സംസ്ഥാനത്തെ പച്ചക്കറി കർഷകർ കടക്കണിയിലേക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ പച്ചക്കറി വിളകൾക്ക് വൻതോതിൽ വില കുറഞ്ഞതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഇതുമൂലം കാർഷിക ആവശ്യത്തിനെടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഒന്നും നടക്കില്ല, വാങ്ങിയ കടങ്ങൾ കൊടുക്കാൻ പറ്റില്ല, പലിശക്കല്ലെടുത്ത് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം പെൻഡിങ്ങായി നിൽക്കുന്നുണ്ട്. ആകെയുള്ള 60 സെന്റ് സ്ഥലത്ത് പയർ കൃഷി നടത്തി ഉപജീവനം നടത്തുന്ന പാലക്കാട് എലവഞ്ചേരിയിലെ സുശീലയുടെ വാക്കുകളാണിത്. ഇവരെപ്പോലെ നൂറുകണക്കിന് ചെറുകിട കർഷകരാണ് പച്ചക്കറി വിളകൾക്ക് ന്യായവില കിട്ടാത്തതിനെ തുടർന്ന് കടക്കണിയിലായത്. കഴിഞ്ഞ വർഷം ലഭിച്ച വിലയുടെ പകുതി മാത്രമേ ഇത്തവണ വിളകൾക്ക് ലഭിച്ചുള്ളൂ എന്നതിനാൽ ഉൽപാദന ചെലവ് പോലും കിട്ടാത്ത അവസ്ഥ. വായ്പയെടുത്ത് കൃഷി ചെയ്തവർ കടക്കണിയിലുമായി. ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടേണ്ടതായിരുന്നു. അത് ഇതുവരെയും കർഷകർക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അത് കർഷകർക്ക് വലിയൊരു ആശങ്കാജനകമായൊരു കാര്യമാണ്. വിലയിടിവ് മൂലം കടബാധ്യത അടയ്ക്കാനാവാതെ 2 കർഷകർ ആത്മഹത്യ ചെയ്തത് എലവഞ്ചേരിക്കടുത്ത് ഐലൂർ പഞ്ചായത്തിലാണ്. കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ എലവഞ്ചേരിയിലും കർഷകന്റെ കണ്ണുനീർ വീഴുമെന്ന് ഇവർ വേദനയോടെ പറയുന്നു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.